നമസ്കാരം. എത്ര വലിയ കളിക്കാരനാണെങ്കിലും കളത്തിലിറങ്ങുമ്പോൾ ഒരല്പം ഭയമോ അല്ലെങ്കിൽ സമ്മർദ്ദമോ ഒക്കെ ഉണ്ടാകുന്നത് പതിവാണ്. എന്നാൽ അവിടെയാണ് വൈഭവ് സൂര്യവംശി എന്ന 15കാരൻ വേറിട്ട് നിൽക്കുന്നത്. എത്ര വലിയ കൊലകൊമ്പൻ ബോളറായാലും സാരമില്ല, മുഖം നോക്കാതെ അടി. അതാണ് വൈഭവ് ലൈൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 16ാം സീസണിലേക്കുള്ള വരവ് രാജകീയമായി അറിയിച്ചിരിക്കുകയാണ് വൈഭവ് സൂര്യവംശി. അവസാന സീസണിലെ ബാറ്റിംഗ് വെടിക്കെട്ട് വെറും ഭാഗ്യം കൊണ്ടല്ല എന്ന് തെളിയിക്കാൻ വൈഭവിന് സാധിച്ചിരിക്കുകയാണ്. CSK മുന്നോട്ട് വച്ച 128 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസിനായി 15 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടാനാണ് വൈഭവിന് സാധിച്ചത്. 4 ഫോറും 5 സിക്സും ഉൾപ്പെടെ 17 പന്തിൽ 52 റൺസ് എടുത്താണ് താരം പുറത്താകുന്നത്. 305.88 എന്ന മികച്ച പ്രഹരശേഷിയിലായിരുന്നു വൈഭവ ബാറ്റ് ചലിപ്പിച്ചത്. തന്റെ പഴയ ക്യാപ്റ്റൻ സഞ്ജു സാംസനെ സാക്ഷിയാക്കി ആണ് വൈഭവ കത്തിക്കയറിയത്. രാജസ്ഥാൻ ടീമിൽ ഒരുമിച്ച് കളിക്കുമ്പോൾ വൈഭവിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിട്ടുള്ള താരം കൂടിയാണ് സഞ്ജു സാംസൺ. വെറും ഒരു താരമായിട്ടല്ല, ചേട്ടനായിട്ട് തന്നെയാണ് വൈഭവിന് വേണ്ട പിന്തുണ സഞ്ജു നൽകിയിട്ടുള്ളത്. സെലക്ഷന് പിന്നാലെ വൈഭവിനെ ടീമിലെടുക്കാനും സഞ്ജുവിന്റെ ഭാഗത്തു നിന്ന് നിർണായക ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. സഞ്ജു രാജസ്ഥാൻ വിടുന്ന സമയത്ത് ഏറ്റവും ദുഃഖിച്ചതും വൈഭവ് തന്നെ. അന്ന് വൈഭവ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വൈകാരികമായ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: TV-യിൽ നിങ്ങളുടെ ബാറ്റിംഗ് കാണുന്നത് മുതൽ ഇന്ന് നിങ്ങളോടൊപ്പം ബാറ്റ് ചെയ്യുന്നത് വരെ ഇതെല്ലാം ഒരു സ്വപ്നം യാഥാർത്ഥ്യമായത് പോലെയായിരുന്നു. നിങ്ങളിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ചു. എന്നോട് എപ്പോഴും സംസാരിക്കുന്നതിനും ഒരു സഹോദരനെ പോലെ പരിഗണിച്ചതിനും നന്ദിയുണ്ട്. എന്നോട് ഇനിയും അങ്ങനെ തന്നെ തുടരണം, സംസാരിക്കണം. വൈഭവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം വൈഭവിന് സഞ്ജുവിനോടുള്ള ഇഷ്ടം എത്രമാത്രം ഉണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ മത്സരം കയ്യിൽ നിന്ന് പോയി എന്ന് ഉറപ്പായിട്ടും വിക്കറ്റിന് പിന്നിൽ നിന്ന് വൈഭവിന്റെ പ്രകടനത്തിൽ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്ന സഞ്ജുവിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അർദ്ധ സെഞ്ചുറി നേട്ടത്തിന് പിന്നാലെയും മത്സരശേഷവും സഞ്ജു അത് വൈഭവിനോട് പ്രകടിപ്പിക്കുകയും തിരിച്ചും ആ ബഹുമാനം വൈഭവിൽ നിന്ന് സഞ്ജു നേരിടുകയും ചെയ്തു. അർദ്ധ സെഞ്ചുറിക്ക് പിന്നാലെ സ്റ്റേഡിയം ഒട്ടാകെ ബാറ്റ് ഉയർത്തി തന്റെ സ്നേഹമറിയിച്ച വൈഭവ സഞ്ജുവിന് നേരെയും തിരിഞ്ഞു. സഞ്ജുവിന് ഒരു ചെറു പുഞ്ചിരി നൽകിയാണ് വൈഭവ തന്റെ അർദ്ധ സെഞ്ചുറി ആഘോഷിച്ചത്. 15 വയസ്സ് പൂർത്തിയായ വൈഭവ് സൂര്യവംശി സെലക്ടർമാരുടെ ശ്രദ്ധ നേടിയെടുക്കുന്ന പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. IPL-ലെ 3ാമത്തെ വേഗ 50 ആയിരുന്നു വൈഭവ സ്വന്തം പേരിൽ ഇതാ കുറിച്ചിരിക്കുന്നത്. 13 പന്തിൽ 50 നേടിയ രാജസ്ഥാന്റെ യശസ്വി ജയ്സ്വാൾ തലപ്പത്ത് നിൽക്കുമ്പോൾ 14 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ KL രാഹുലും പാറ്റ് കമ്മിൻസും റൊമാരിയോ ഷെഫേർഡും 2ാം സ്ഥാനത്താണ് ഉള്ളത്. യൂസുഫ് പഠാൻ, സുനിൽ നരൈൻ, നിക്കോളാസ് പുരാൻ, ഫ്രാസർ മഗ്യൂർക്ക് എന്നിവരും 15 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട്. ഭയമില്ലാത്ത ബാറ്റിംഗ് ശൈലി കൊണ്ടാണ് വൈഭവ് എതിരാളികളെ വിറപ്പിക്കുന്നത്. തുടക്കത്തിലെ വൈഭവിനെ പുറത്താക്കാൻ അവസരം ലഭിച്ചതാണ് ചെന്നൈക്ക്. എന്നാൽ അരങ്ങേറ്റ താരം കാർത്തിക് ശർമ്മയ്ക്ക് പന്ത് കൈക്കുള്ളിൽ ഒതുക്കാൻ സാധിക്കാതെ പോയി. എന്തായാലും ഈ ലൈഫിനെ മുതലാക്കുന്ന പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ വൈഭവിന് സാധിച്ചു എന്ന് തന്നെ പറയാം. നൂർ അഹമ്മദിനെ തുടർച്ചയായി 2 സിക്സുകൾ പറത്തിയാണ് വൈഭവ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. സഞ്ജു സാംസനെ സാക്ഷിയാക്കിയായിരുന്നു വൈഭവിന്റെ ഈ ഒരു തകർപ്പൻ പ്രകടനം. അൻഷുൽ കാംബോജിന്റെ പന്തിൽ സർഫറാസ് ഖാന്റെ കിടിലൻ ക്യാച്ചിലാണ് വൈഭവ് ഒടുവിൽ മടങ്ങിയത്. 1ാം വിക്കറ്റിൽ 77 റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിച്ചാണ് വൈഭവിന്റെ മടക്കം. ഇന്ത്യയുടെ സീനിയർ ടീമിനായി കളിക്കാൻ വൈഭവ് സൂര്യവംശിക്ക് പ്രായപൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ. വൈഭവിന്റെ ഈ മികവ് തുടർന്നാൽ ഇന്ത്യൻ ടീമിലേക്ക് വൈകാതെ തന്നെ വിളിയെത്തും. ഇന്ത്യക്ക് അയർലൻഡിനെതിരെ T20 പരമ്പര അടക്കം വരാനിരിക്കുകയാണ്. ഇതിലൂടെ വൈഭവിന് അവസരം ലഭിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വൈഭവിന് അവസരം നൽകിയാൽ ഇടം കൈൻ ബാറ്ററായ അഭിഷേക് ശർമ്മയ്ക്ക് ഒരുപക്ഷെ സീറ്റ് നഷ്ടമായേക്കും. അഭിഷേകിന് ഇപ്പോൾ പഴയ സ്ഥിരത കാട്ടാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ IPL മത്സരത്തിലും നമ്മളിത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വൈഭവിനെ കളിപ്പിക്കാൻ തീരുമാനിച്ചാലും അതിൽ അത്ഭുതപ്പെടാനില്ല. T20 ലോകകപ്പിലെ പ്രകടനം വിലയിരുത്തി സഞ്ജുവിന് ഒരുപക്ഷെ അവസരം നൽകാൻ ഇടയുണ്ട്. അങ്ങനെ വന്നാൽ സഞ്ജു വൈഭവ് കൂട്ടുകെട്ട് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ വർഷം തന്നെ. എന്തായാലും വൈഭവിൽ ഇപ്പോൾ വലിയ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഇന്ത്യൻ T20 ടീമിന്റെ ഭാവി വൈഭവിന്റെ കൈകളിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതേ മികവ് രാജസ്ഥാനൊപ്പം തുടർന്ന് ടീമിന്റെ ഇതിഹാസ താരമായി മാറാൻ വൈഭവിന് സാധിക്കും. 15 വയസ്സിലാണ് വൈഭവ് ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ബൗളർ എന്ന നിലയിലും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന താരം തന്നെയാണ് വൈഭവ് സൂര്യവംശി. എന്തായാലും വരുന്ന മത്സരങ്ങളിലും വൈഭവിന്റെ വെടിക്കെട്ട് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.